അത് മേയർ 2017 കേസ് തിരക്കി അറിയാം. ഇവിടെ ഡി എഫിലുള്ള പയ്യന്മാരുമായിട്ട് അടിയായി. എന്റെ ചേട്ടനെ മുക്കാൻ വേണ്ടി അടിച്ചു പൊട്ടിച്ചപ്പോൾ ഞാൻ അവന്മാർക്കും 2 കൊടുത്തു. അവന്മാര് തിരിച്ച് ഒരു വിഷയം ഉണ്ടാക്കിയാണ്. അതായത് ഈ ഭാഗത്തന്നെ അപ്പുറത്തെ ഭാഗത്താണ് ആ സ്ത്രീയുടെ വീട്. 2017 കേസിലെ സ്ത്രീയുടെ വീട്. അവര് പറഞ്ഞു ഈ പയ്യനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ പോകുന്ന വഴി തന്നെ, ഈ വഴി അങ്ങ് എത്തുമ്പോ ഉള്ള വഴിയാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നോക്കി കാണലില്ല. പിന്നെ ജനങ്ങൾക്ക് നോക്കി കാണലുള്ളതുകൊണ്ടാണല്ലോ ഇപ്പൊ മാറ്റം വന്നത്. അത് ഭയങ്കരമായിട്ട് ഞങ്ങളെ കണ്ടതല്ലേ. എന്റെ ഈ കേസില്, ഞാൻ ഡ്രൈവറായിരുന്ന കേസില് എന്റെ വണ്ടിയുടെ ഡോറ് തള്ളി തുറക്കുകയും ഇറങ്ങടാന്ന് പറഞ്ഞ് ആക്രോശിക്കുകയും ചെയ്ത് എന്നെ മർദ്ദിക്കാൻ വരെ ശ്രമിച്ചു സഹോദരൻ. അപ്പൊ അന്ന് നിനക്ക് കാണിച്ചു തരാന്നല്ലേ പറഞ്ഞ. അത് ധാർഷ്ട്യവും അധികാരത്തിന്റെ ഇതുമാണ്, ഒങ്കും കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അത് ജനങ്ങൾക്ക് മനസ്സിലായി. എന്നെ പോലെ ഒത്തിരി പാവങ്ങളല്ലേ വോട്ടിടാൻ വരുന്നത്. നാളെ ഒരു കാലത്ത് ഇവര് ജയിച്ചിട്ട് പിന്നെയും ഇതേപോലെയൊക്കെ പെരുമാറി കഴിഞ്ഞാൽ, ഈ ഒരു ഇൻസിഡന്റ് നടന്ന പാവങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ പാർട്ടി ചേർത്ത് പിടിക്കുകയല്ല ചെയ്യുന്നത്. നെഗറ്റീവായിട്ട് തോന്നണമെങ്കിൽ അവരങ്ങ് ഒഴിവാക്കുക, അല്ലെങ്കിൽ മാറ്റി നിർത്തുക. ഇപ്പൊ ഒരു കേസിൽ എനിക്ക് ഉണ്ടല്ലോ, KSRTC അങ്ങനെ ഒരു അന്വേഷണം വന്നപ്പോ എന്ത് ചെയ്ത്, KSRTC മാറ്റി നിർത്തിയിട്ട് നിങ്ങള് കേസിൽ നിരപരാധിയാണെങ്കിൽ തിരിച്ചു കയറാം, അല്ലെങ്കിൽ കയറാൻ പറ്റൂല. അതേപോലെ മാറ്റി നിർത്തപ്പെടാത്തോണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ ഇപ്പൊ നിയമപരമായിട്ടായാലും നീതിപരമായിട്ടായാലും തെറ്റിന്റെ ഭാഗത്തില്ല എന്നുള്ളത് 101% ജനങ്ങൾക്കറിയാം. അതുമല്ലാതെ ജനങ്ങൾക്ക് ഓരോന്നില് പുറത്ത് കിട്ടി. ഞാൻ മാത്രമല്ലല്ലോ വ്യക്തിയുമായിട്ടുള്ള ഒരു സെക്യൂരിറ്റിക്കാരനും കൂടെ ഉണ്ടല്ലോ. ആ സെക്യൂരിറ്റിക്കാരന് ഇപ്പൊ എന്റെ കേസ് വന്ന് ഞാൻ പ്രതികരിച്ചപ്പോഴാണ് ആള് പുറമെ പറയുന്നത്. അന്ന് ഇതേപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഈ മേയർ എന്ന് പറഞ്ഞ ആര്യ രാജേന്ദ്രൻ, മുൻകാല മേയർ ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ ആരടുത്തും പെരുമാറൂല. അയാളടുത്ത് കുതിര കയറിയിട്ടാണ് പിന്നീട് എന്റെ അടുത്തായത്. അപ്പൊ എല്ലായിടത്തും പോയി ഇതാണ് പരിപാടി. അങ്ങനെ എത്രയോ ജനങ്ങൾക്ക് പറ്റിക്കാണ്. എത്ര പേര് പേടിച്ച് മിണ്ടാതെ ഇവരെ പേടിച്ച് മേയറാണെന്നൊക്കെ പറഞ്ഞപ്പോ പേടിച്ച് മാറിപ്പോയതായിരിക്കും. പല ആൾക്കാരും ഇങ്ങനെ ഇതിന്റെ പേരിൽ ഞാൻ കേൾക്കുന്നതോ ഈ മേയറിന് മാത്രമല്ലല്ലോ, എനിക്കും ഈ അഭിമാനമൊക്കെ ഉള്ളത് നമുക്ക് കുടുംബമൊക്കെ ഉള്ളതല്ലേ. അപ്പം നമുക്കും ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട്. പെണ്ണുപിടിയനെന്ന്, നാങ്ങ്യക്കാരനെന്നും അവരെ പാർട്ടിക്കാരിലുള്ള ആൾക്കാർ തന്നെ പോസ്റ്റ് ഇടുന്നുണ്ട്. ഞാനും നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്ത് ഇനിയിപ്പോ എല്ലാരും മറ്റേ പെണ്ണുങ്ങൾക്ക് കൊടുക്കാമെങ്കിൽ ആണുങ്ങൾക്ക് കൊടുക്കാം. സ്ത്രീ ഭേദമെന്നെ തുല്യതയല്ലേ നിയമത്തില്. അപ്പം എന്നെയും ഇതേപോലെയൊക്കെ എന്തൊരു വ്യക്തിഹത്യ ചെയ്യുന്നു, എന്തൊരു ബുള്ളി അപ്പൊ പറയല്ലേ, അതൊക്കെയല്ലേ മേയർ പറയുന്നത്. സൈബർ ബുള്ളിങ് ഒക്കെ എനിക്കും ഉണ്ട്. ഞാൻ ഇതൊക്കെ കേട്ട് അതുവഴി ഞാൻ കളയുന്നു. നമ്മളെ ബാധിക്കുന്നില്ല, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഇലക്ഷന്റെ കേസ് പറയണെന്ന് വെച്ചാൽ അത് ജനങ്ങളുടെ വിജയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ വാർത്തകളൊക്കെ ഓരോന്ന് പുറത്തു വരുമ്പോഴേ മേയർ അല്ലെങ്കിൽ മേയർക്ക് ആ ഒരു കസേരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ പരാമർശങ്ങൾ വന്നുകൊണ്ട് ഇറങ്ങുന്ന ഒരു മേയർ എന്നുള്ളത് കൂടെ ഉണ്ടല്ലോ. അതായത് ഭരണപരാജയം എന്നതിനേക്കാളുപരി തന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് കാണിച്ചിരിക്കുന്ന ഒരു ധാർഷ്ട്യം, അത് പറയുമ്പോൾ എന്തായാലും യദുവിന്റെ പേര് കൂടെ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഒരു ജീവനോടെയുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും യദുവിന്റെ പേര് കൂടെ പരാമർശിക്കുന്നത്. അതായത് യദു അറിയാതെയാണെങ്കിൽ പോലും മേയറുടെ ആ ഒരു സ്വഭാവം എന്താണ് എന്ന് ജനങ്ങളെ മനസ്സിലാക്കാൻ ഒരു കാരണക്കാരനായി മാറിയിട്ടില്ലേ? അതായിരിക്കും. എന്താന്ന് വെച്ചാൽ എന്റെ അടുത്ത് മേയർ എന്നല്ല, ഇനിയിപ്പോ ആരായാലും നമ്മള് ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഇടയിലാണ് ഇവര് വന്ന് കളിച്ചത്. ഇവര് ഒഫീഷ്യൽ അല്ലായിരുന്നു, നമ്മൾ ഒഫീഷ്യൽ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പം നമ്മുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വരുമ്പോഴത്തേക്ക് ഒരു മേയറോ MLA ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യൂലല്ലോ. സ്വാഭാവികമായിട്ട് നമ്മുടെ തിങ്കിങ് അതാണ്. അപ്പൊ വന്നിട്ട് മേയറാണെന്ന് അതെല്ലാം അന്ന് മദ്യപിച്ചിരുന്നു. അപ്പൊ അന്ന് ചെക്ക് ചെയ്യാൻ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ മേയറാണെന്ന് കൺഫേം ആയിട്ട് തീരുമാനിച്ച. പോലീസുകാർ വന്ന് പറഞ്ഞു അവര് മേയറാണ്, അവരെ ചെക്ക് ചെയ്യാനൊന്നും പറ്റൂല, മേയർ MLA മേയർ സഹോദരനൊക്കെയാണ്, അവരെ ചെക്ക് ചെയ്യാൻ പറ്റൂല, നീ ആദ്യം നിന്റെ സേഫ്റ്റി നോക്ക്, നീ ആദ്യം മെഡിക്കൽ എടുക്കാൻ നോക്ക്. അങ്ങനെയാണ് എന്നെ കൊണ്ടുപോയിട്ട് അന്നേ ദിവസം രാത്രി അവിടെ മൊത്തം സ്റ്റേഷനിൽ, അതായത് ഇന്ന് 10:30 രാത്രി പിടിക്കുന്നെന്ന് വിചാരിച്ചു. നാളെ രാവിലെ 11 മണിക്കാണ് എന്നെ വിടുന്നത്. അതുമല്ല 2:30 അന്നേ ദിവസം രാവിലെ നേരെ വെളുത്ത നേരത്ത് വണ്ടിയും കൊണ്ട് തിരുവനന്തപുരത്ത് തൃശ്ശൂർ പോയതാണ്. അത് തിരിച്ച് ഉടനെ ഉറക്കമില്ലാതെ തിരിച്ചു വരികയാണ്. ഇതിന്റെ ഇടയിൽ എത്ര മണിക്കൂർ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. എനിക്ക് ആഹാരം വാങ്ങിച്ചു തന്നില്ല പോലീസുകാർ. ആഹാരം ഒരു മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് കൊടുത്തിട്ട് പോലും അവർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. കോടതി കേസ് എടുക്കുന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. വെള്ളം തന്നിട്ടില്ല, ആഹാരം തന്നിട്ടില്ല. ഇത്രയും ദിവസമായിട്ട് എല്ലാ ചാനലുകാരും
ഇങ്ങനെ എന്റെ ബാക്കിൽ നിന്ന് നടന്നല്ലാതെ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടോ, ആഹാരം കഴിച്ചിട്ടുണ്ടോ, യദുവിന് ഇങ്ങനെയല്ലേ പ്രശ്നങ്ങളുണ്ടായി, അതൊന്നും ആ ഒരു ചാനലുകാരും ചോദിച്ചിട്ടില്ല. അന്നത്തെ ദിവസം യദു എന്തോ കവർ ചുരുട്ടി കളഞ്ഞെന്നു, എന്ത് ഏങ്ങമാണ് കാണിച്ചതെന്നും അതൊക്കെ ഭയങ്കര വിഷയമായിരുന്നു, ഭയങ്കര വാർത്തയും. ഒരു മനുഷ്യനായിട്ടുള്ള ഒരാളാണെന്നുള്ള വിചാരം പോലും ഈ മേയറും കാണിച്ചിട്ടില്ല. അന്നത്തെ ദിവസം ചാനലിന് ബൈറ്റ് എടുക്കാൻ വരുന്ന ആരും കാണിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ വാർത്ത കൊടുക്കുക, ഒന്നടി അവര് ഫ്രണ്ടിലോ വാർത്ത കൊടുക്കുക, അത് മാത്രം തന്നെ. നമ്മളിപ്പോ ചത്താലും ജീവിച്ചാലും ഈ ചാനലുകാരായാലും ആരും കാണില്ല. നമ്മൾ ഒറ്റ ഇപ്പൊ ഗ്യാസ് കിടക്കുമ്പോഴത്തേക്കും ഓരോ ചാനലുകാർ വന്നിട്ട് ചാനലിലെ കമന്റിൽ വന്ന് പറയണ, ഓരോ ചാനലില് ഓരോ 2-3 ആൾക്കാരുണ്ട്, ഞാൻ നോട്ട് ചെയ്ത് വെച്ച് സ്ക്രീൻഷോട്ട് എടുത്ത്, ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അടിയിൽ ഇപ്പൊ ഈ കേസിന് മേയർ ഇലക്ഷന് ശേഷം ഇപ്പൊ നമ്മുടെ ഹീറോ എന്ത് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായാന്ന് ഒരുത്തൻ വന്ന് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു സന്തോഷമുണ്ട്, എന്താ വെച്ചാൽ തിരിച്ച് മറുപടി പറയാനും എന്റെ കൂട്ടത്തിലും കുറച്ച് ആൾക്കാരും ഉണ്ട് എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ ചെറിയൊരു സന്തോഷമേ ഉള്ളൂ. എന്താ വെച്ചാൽ ഈ ഇലക്ഷൻ സമയം റിസൾട്ട് വരണേന്റെ അന്ന് എല്ലാവരും കമന്റ് ഇറക്കിക്കുന്നത് ഇത് ഇന്നത്തെ ദിവസം നല്ലോണം ഉറങ്ങുമെന്ന്. പക്ഷെ അന്നേ ദിവസം ഞാൻ നല്ലോണം ഉറങ്ങിയിട്ടില്ല. സാധാരണ 10-10:30 ഉറങ്ങണം, ഞാൻ അന്ന ദിവസം 12-1 മണിയായി. എന്നുവെച്ചാൽ ഈ വീഡിയോ പോസ്റ്റുകളൊക്കെ കണ്ട് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ട്. എതുവാണ് ഇതിനുള്ള കാരണം? ഞാൻ അറിഞ്ഞോ അറിയാതെ ആയാലും അവരെന്റെ ശത്രുവായിട്ടോ മിത്രമായിട്ടോ ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ കാരണം അവരിത്രയും കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ള വിഷമമുണ്ട്. എന്താ വെച്ചാൽ ആ മനസ്സ് അവർക്കില്ലെങ്കിൽ പോലും മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്കുണ്ട്. എന്ന് വെച്ചാൽ എല്ലാരും കൂടെ എന്റെ പേരും പറഞ്ഞവരെ അങ്ങനെ കുത്തുന്നത് എനിക്ക് അത് താല്പര്യമില്ലെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇതിപ്പോ നെഗറ്റീവായിട്ട് പറഞ്ഞെന്ന് വരാം. മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആ പരിഗണന വെച്ച് അത് അവർക്കില്ല. ആ മേയർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അങ്ങനെ മനുഷ്യൻ എന്നുള്ള ഇതുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഇൻസിഡന്റും ഉണ്ടാവൂല. അതിപ്പോ പാർട്ടിക്കും ഇല്ലാതായിരിക്കണം. അത് പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് വന്നിട്ട് ഇപ്പൊ നമ്മളെ കൂടെ നിൽക്കാത്ത പാർട്ടിയായിട്ട് വരികയാണ് ഇപ്പൊ. ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ പല കമന്റുകളിലും ഭീഷണികൾ ഉയരുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു അധികാരമുള്ള ഒരാള് നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ഒരാള് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ശബ്ദം ഉന്നയിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ഭീഷണിയായിട്ടാണ് പലതും വരുന്നത്. ഇപ്പോ യദു മേയർക്കെതിരെ നിയമ പോരാട്ടം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും യദുവിനും അത്തരത്തിലുള്ള ഭീഷണികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഭീഷണി ഇവിടെ ആരും വരും. ഈ ഏരിയയിലോ ഈ ഭാഗത്തോ വരൂല. പേടിയുണ്ടോ യദുവിന്? എനിക്ക് പേടി എന്ത്, ജനിച്ചാൽ ഒരു നാൾ മരിക്കണമല്ലോ, അത് സ്വാഭാവികമല്ലേ. പിന്നെ കുഞ്ഞിന്റെ കാര്യത്തിലേ പേടിയുള്ളൂ. എനിക്ക് എന്റെ കാര്യത്തിൽ പേടിയൊന്നുമില്ല. കൂടി വന്ന എന്ത് കൊന്നു കളയുമായിരിക്കും. ജനങ്ങൾ എന്റെ കാര്യങ്ങൾ അറിയാത്തുള്ള ഒത്തിരി ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനത്തിലുള്ള ഈ ഇവര് പറയുന്ന കള്ളത്തനമല്ലല്ലോ റിയലായിട്ട്. അതാണ് ദൈവം ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ദൈവം കണ്ട തന്നെ ദൈവം അധികകാലം പാപികളെ എന്തൊരു പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, എത്രത്തോളം ഉയർത്തുന്നോ അത്രത്തോളം വീഴുന്നതിന് ആഘാതം കൂടുമെന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ ഇവര് എത്ര നമ്മൾ ഐസ് കട്ടയ്ക്ക് പെയിന്റ് അടിച്ചാലും പെയിന്റ് ആവൂ. അതാണ് അവര് മേയറിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേയറെ വെളുപ്പിക്കാൻ മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുന്നത്. മേയർ അതനുസരിച്ച് അടുത്ത BJP ഭരണത്തിൽ കോർപ്പറേഷൻ പിടിക്കുകയാണ്. പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് മേയർ ഇത്രയും കാലം ചെയ്ത എല്ലാ കള്ളത്തനവും പുറത്തു വരും. അപ്പം പിന്നെയും മേയറിനെ വെള്ളപൂശാൻ നോക്കും. അത് ദൈവം എന്ന് പറയുന്നത് ആർക്കും കുട്ടിക്കളിയല്ല എന്ന് പറയുന്നത്. ദൈവം ആരെയും നാളെ ഞാൻ ചെയ്താൽ എനിക്ക് എതിരെ കിട്ടും. ഞാനിപ്പോ എന്റെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശക്തമായിട്ട് എതിർക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് ഒരു തരത്തിലെങ്കിലും ആ സ്ത്രീയോട് സംസാരത്തിൽ പോലും നിങ്ങൾക്ക് കേൾക്കാം. ആ മേയർ അന്ന് എന്റെ അടുത്ത് അത്രയും മാത്രം ആക്രോശിച്ച് എന്നെ പിടിച്ചു വിഴുങ്ങാൻ കണക്കിനാണ് വന്നത്. എന്നിട്ട് അത് സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാർ അന്ന് ഇത്രയും ചെയ്തിട്ട് ഞാൻ എന്നിട്ട് മാഡം എന്നാണ് വിളിച്ചത്. അതിന്റെ യോഗ്യത പോലും അവർക്കില്ല. എന്നുവെച്ചാൽ എന്റെ അനിയത്തിയിലെ പ്രായവും. അപ്പം നമുക്ക് കുടുംബക്കാരുണ്ടെന്നുള്ള ചിന്ത അവർക്ക് വേണമായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ലോക്കൽ പരമായിട്ട് 2017 പെണ്ണ് വിഷയമൊക്കെ ഉണ്ടെന്ന് ഓരോരുത്തർ പറയണ കേട്ടിട്ടല്ല പറയണ്ട. എന്റെ അടുത്ത് പരിചയമുള്ള ആൾക്കാർ, എന്റെ അടുത്ത് പരിചയമുള്ള അവര് മേയറുമായിട്ട് കൂട്ടുകാരികളുണ്ടെങ്കിൽ മേയർ അന്വേഷിക്കണം ഞാൻ അങ്ങനെയാണോ എന്നല്ല. അല്ലാതെ വേറെ ഒരു പാർട്ടിയിൽ നിന്ന് കിട്ടിയ ക്ലാസ്സും വെച്ചിട്ട് അവൻ ഇന്ന കേസിലുണ്ട് അവൻ ഇങ്ങനെ അത് മേയർ 2017 കേസ് തിരക്കി അറിയാം. ഇവിടെ DF-ലുള്ള പയ്യന്മാരുമായിട്ട് അടിയായി. എന്റെ ചേട്ടൻ മുക്കാൻ വേണ്ടി അടിച്ചു പൊട്ടിച്ചപ്പോൾ ഞാൻ അവന്മാർക്കും 2 കൊടുത്തു. അവന്മാര് തിരിച്ച് ഒരു വിഷയം ഉണ്ടാക്കിയാണ്. ഈ ഭാഗത്തിന് അപ്പുറത്തെ ഭാഗത്താണ് ആ സ്ത്രീയുടെ വീട്. 2017 കേസിലെ
സ്ത്രീയുടെ വീട്. അവര് പറഞ്ഞു ഈ പയ്യനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ പോകുന്ന വഴി തന്നെ, ഈ വഴി അങ്ങ് എത്തുമ്പോൾ ഉള്ള വഴിയാണ് പറയുന്നത്. ഈ വഴിയിൽ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കുള്ള വഴിയിലാണ് ആ ഒരു പയ്യനെ കണ്ടത്. അത് ഞാനാണോ എന്ന് അവർക്ക് ഉറപ്പില്ല. അപ്പൊ അങ്ങനത്തെ കേസിലാണ് 2010. അത് ആരോപണമായിരുന്നു. അത് ഔട്ട് ഓഫ് കോർട്ടിൽ വെച്ച് സെറ്റിലായതാണ്. എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു, ഞാനാണോ ചേച്ചി എന്ന് ചോദിച്ചു. ഞാനാണോ ചേച്ചി, ചേച്ചിക്ക് ഉറപ്പുണ്ടോന്നിട്ട്, എങ്കിൽ നമുക്ക് കേസ് പരമായിട്ട് മുമ്പോട്ട് പോയി അത് ശിക്ഷയും വാങ്ങിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ കുട്ടാ, അല്ലെ ഞാൻ എത്രയും മോശപ്പെട്ടവരാണെങ്കിൽ കുട്ടാന്നും മക്കളെ ഒന്നും വിളിക്കില്ലല്ലോ. അവര് നല്ല സംസാരമായിരുന്നു, നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്ത്. നമ്മള് അത്രയും നല്ല സ്നേഹ സംഭാഷണമായിട്ടാണ് മുന്നോട്ട് പോയത്. എനിക്ക് വേണമെങ്കിൽ മാനനഷ്ടത്തിന് അന്ന് കൊടുക്കായിരുന്നു. അന്ന് ഇവര് പാർട്ടിക്കാരെ അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ അവനെതിരെ പരാതി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഇവിടെ 2-3 പാർട്ടിക്കാരുണ്ട്, എനിക്കറിയാന്നുള്ള ആൾക്കാരുണ്ട്. അവരെയൊന്നും ഞാനും കൂടെ ഉടക്കാം. അങ്ങനെ ഞാൻ ഒരു പാർട്ടിയിലും ഒന്നാതില്ല. ഈ പൊതുവേ ഇവര് ഇങ്ങനത്തെ പ്രവൃത്തികളൊന്നും എനിക്ക് ഇഷ്ടവുമില്ല. അപ്പൊ അതുകൊണ്ട് അതിനെതിരെ എതിർക്കും. അന്യായം കണ്ടാൽ ഞാൻ എതിർക്കും, അതെന്റെ സ്വഭാവം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് 2017 കേസ് പല ഇവരും അത് കമ്മ്യൂണിസ്റ്റുകാർ പല ആൾക്കാരും ഓരോന്നും പറയണം. അതില് ആരും വിശ്വസിക്കില്ല. എന്നെ അറിയാത്തുള്ള ആർക്കാരും ഒറ്റ മനുഷ്യർ പോലും അത് പറയൂല. അത് വേറെ അതാണ് ഇവർക്ക് ഇപ്പൊ പറയാൻ വേണ്ടിയിട്ടുള്ള വലിയ ആയുധമായിട്ട് കൊണ്ട് നടക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ ആംഗ്യം കാണിച്ചെങ്കിൽ ഇപ്പൊ മേയർ വിചാരിച്ചു കഴിഞ്ഞല്ലേ എന്ത് കിട്ടൂലേ? പട്ടം തൊട്ട് രാമൂട് വരെ ഇത്രയും ക്യാമറകളുണ്ട്. ഇത്രയും ക്യാമറയുടെ ഇടയിൽ ഒരെണ്ണത്തിൽ കിട്ടൂലേ ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ? അതാണ് ഇല്ലാത്തത്. ഇപ്പൊ ഈ കേസിലേക്ക് വരുമ്പോ ഏറ്റവും അവസാനമായിട്ടുള്ളത് മേയറിന്റെ പേര് മാറ്റുന്ന ഒരു സാഹചര്യം. അതായത് മേയറിന്റെ സഹോദരന്റെ പേരടക്കമാണ് ഇപ്പൊ പ്രതിയായിട്ട് കാണിച്ചിരിക്കുന്നത്. ആ ഒരു നടപടി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് മുന്നോട്ടുള്ള നിയമ നടപടികൾ? മുന്നോട്ടുള്ള നിയമ നടപടി അടുത്ത കേസ് കൊടുത്തിട്ടുണ്ട്. 6 പ്രതികൾക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മേയറെ, ഒന്നാമത്തെ പ്രതി മേയർ, രണ്ടാമത്തെ പ്രതി സച്ചിൻ ദേവ്, മൂന്നാമത്തെ പ്രതി മേയറെ സഹോദരൻ, നാലാമത്തെ പ്രതി മേയർ അല്ലാതെ വേറൊരു ആര്യയുണ്ട്, സഹോദരന്റെ വൈഫ്. അത് കഴിഞ്ഞ് 5-ാമത്തെ പ്രതി അദൃശ്യനായിട്ടുള്ള ആളായിരുന്നു. പോലീസുകാര് അത് മാത്രമാണ് എന്റെ കേസിൽ കണ്ടെത്തിയത്, ആ പയ്യന്റെ പേര്. മറ്റത് അരവിന്ദാണെങ്കിൽ ഇത് ആദർശം എന്തോ ആണ്, രഞ്ജിത്ത് എന്തോ ആണ് പേരെനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ. അപ്പൊ അത് കഴിഞ്ഞ് 6-ാമത്തെ പ്രതിയാണ് നമ്മുടെ കഥാനായകൻ കണ്ടക്ടറാണ് അവസാനം വരെയും ബസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അവനെ പ്രതിയാക്കിയില്ലെങ്കിൽ മെമ്മറി കാർഡ് എവിടെ പോയെന്നോ എന്ത് പോയെന്നോ നമുക്കറിയാൻ പറ്റൂല. എന്ന് വെച്ചാൽ നമ്മളെ തലയിൽ കെട്ടിവെക്കാനാണ് അവർ പലതും നോക്കണേ. അന്നേ ദിവസം ഞാൻ പറഞ്ഞാണ്, മുൻപൈ ഞാൻ പറഞ്ഞാണ് ആശുപത്രി കൊണ്ടുപോയതും മെഡിക്കൽ എടുത്തതും എല്ലാ ചാനലിലും പറഞ്ഞ കാര്യം തന്നെ. എനിക്ക് മാറ്റി തിരിച്ചു പറയേണ്ട കാര്യമില്ല. പിന്നെ അതിൽ ഒരെണ്ണം എനിക്ക് മാറ്റി പറയാൻ പറ്റിയ ഒരു കാര്യം മാത്രം എനിക്ക് തെറ്റിപ്പോയതാണ്. അന്ന് കണ്ടക്ടറാണ് ഡോർ തുറന്നു കൊടുത്തതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഹൈഡ്രോളിക് ഡോർ, ഫ്രണ്ടിലെ ഇടത് സൈഡില്. കണ്ടക്ടറിന്റെ നിർബന്ധ പ്രകാരം ഞാൻ അന്ന് സ്വിച്ചിൽ അമർത്തിയതായിട്ട് 2-3 വീഡിയോയിൽ ഞാൻ 2-എണ്ണത്തിലും പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണത്തിൽ മാത്രം മാറ്റി പറഞ്ഞു. അത് എന്തുകൊണ്ട് ചെയ്തു അങ്ങനെ പറഞ്ഞു. നമ്മൾ ആ ടെൻഷന്റെ ഇടയിൽ പല വാക്കുകളും നമുക്ക് മാറിപ്പോകും. അന്നത് എന്താണ് സംഭവിച്ചതെന്ന് റീക്യാപ്പ് ചെയ്ത് എടുക്കാൻ സമാധാനമില്ലാത്ത ഇപ്പോഴത്തെ അവസ്ഥയാണ് അപ്പോഴുമായിരുന്നു. അപ്പൊ അന്ന് ഡോറ് തുറന്നു കൊടുത്തെങ്കിലും ഈ കണ്ടക്ടർ സഖാവേ കയറി ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അന്ന് തന്നെ കണ്ടക്ടർ റഹീമിനെ വിളിച്ചു. സാധാരണ നമ്മൾ ഡിപ്പോയിൽ ഒരു വിഷയം, ബസ്സിന് ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ ഡിപ്പോ എഞ്ചിനീയറെ, സ്റ്റേഷൻ മാസ്റ്ററെ, ഡിപ്പോയിലെ ആൾക്കാരെയാണ് വിളിക്കുന്നത്. നമ്മള് പാർട്ടി പരമായിട്ടോ അല്ലെങ്കിൽ പാർട്ടിക്കാരെ അല്ല വിളിക്കുന്നത്. ഇവ അതുകൊണ്ട് വിളിച്ചോണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. മെമ്മറി കാർഡ് ഊരിയെടുത്തത് ഒന്നി നമ്മുടെ റഹീം സാറിന്റെ കൂട്ടാളികളോ അല്ലെങ്കിൽ ഡിപ്പോ എന്ന് ആരെങ്കിലും ആണോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഈ നിയമം. മെമ്മറി കാർഡിന്റെ കേസ് ആരെങ്കിലും വരുന്നുണ്ടോ? മെമ്മറി കാർഡ് എനിക്കുള്ള അനുകൂലമാണ്. എനിക്ക് എതിരായിട്ട് അവർക്ക് ഉപയോഗിക്കാനുള്ളതല്ല. അവര് ഊരിയെടുത്ത് കാണും, മെമ്മറി കാർഡ് ഇട്ട് നോക്കി കാണും. ഇട്ട് നോക്കി സ്ലോട്ടിൽ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് മെമ്മറി കാർഡ് ഒരു ക്യാമറ എന്നെ ഫേസ് ചെയ്ത ഒരു ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ഇവരിട്ട് നോക്കിയപ്പോ ഇവര് നെഗറ്റീവാണ് ഉണ്ടായിരുന്ന മൊത്തം. അതുകൊണ്ടാണ് ഇവർ ആ മെമ്മറി കാർഡിനെ കുഴിച്ചു മൂടിയത്. അതാണ് സംഭവം.